ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 21-ാം ഭാഗമാണിത്. മുസ്ലിങ്ങളെ രാജസദസ്സിലേക്ക് വിളിക്കാൻ ഉത്തരവായി. മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി സംസാരിക്കാൻ വന്നത് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം രാജസദസ്സിലെത്തി. നിങ്ങളൊരു പുതിയ മതം കണ്ടുപിടിച്ചതായി കേട്ടു. ഏതാണ് മതം? രാജാവ് ചോദിച്ചു. ഞങ്ങൾ ദീർഘകാലമായി അജ്ഞതയുടെ അന്ധകാരത്തിലായിരുന്നു. ഞങ്ങൾ ചെയ്യാത്ത പാപങ്ങളില്ല. ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങൾ എണ്ണമറ്റ ബിംബങ്ങളെ ആരാധിച്ചു. കൊള്ളയും അക്രമവും വ്യഭിചാരവും ഞങ്ങൾ തൊഴിലാക്കി. കയ്യൂക്കുള്ളവൻ ദുർബലനെ അധീനപ്പെടുത്തി. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു. അയൽവാസിയെ ഉപദ്രവിച്ചു. അങ്ങനെ അക്രമവും അനാചാരവും നിറഞ്ഞ കാലത്ത് സൃഷ്ടാവായ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. ഞങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ഉന്നത കുലജാതൻ, സൽസ്വഭാവങ്ങൾക്ക് പേരുകേട്ട ആൾ, അൽ അമീൻ, വിശുദ്ധനും വിശ്വസ്തനും. ആ പ്രവാചകൻ ഞങ്ങൾക്ക് വഴികാട്ടി തന്നു. ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. സത്യത്തിലേക്കും നീതിയിലേക്കും ക്ഷണിച്ചു. ഞങ്ങൾ അത് സ്വീകരിച്ചു. പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഇവയാണ്: ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക, സത്യം പറയുക, കൊള്ളയും കൊലയും അവസാനിപ്പിക്കുക, അയൽക്കാരെയും അനാഥരെയും സഹായിക്കുക, മ്ലേച്ഛമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഞങ്ങൾ ബഹുദൈവാരാധന ഉപേക്ഷിച്ചു. എല്ലാ ദുർവൃത്തികളും ഞങ്ങൾ കൈവിടിഞ്ഞു. ഇത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോഴേക്കും ഞങ്ങളുടെ ജനത ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളെ ബഹിഷ്കരിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. ഇസ്ലാം മതം കൈവെടിയാൻ വേണ്ടി അവർ ഞങ്ങളെ നിർബന്ധിച്ചു. മർദ്ദനം സഹിക്കവയ്യാതെയാണ് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത്. ഞങ്ങളെ സ്വതന്ത്രമായി ജീവിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മക്ക വിട്ടു പോരുമായിരുന്നില്ല. ഇത്രയും കേട്ടപ്പോൾ നജ്ജാഷി രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ച വേദഗ്രന്ഥത്തിൽ നിന്നും ചിലത് പാരായണം ചെയ്തു തരിക. ജാഫർ റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയമിലെ ചില ആയത്തുകൾ ഓതി. ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മാതാവ് മറിയമിനെയും പറ്റി വിവരിക്കുന്ന ചില വചനങ്ങൾ. ഇത് കേട്ടപ്പോൾ നജ്ജാഷി പറഞ്ഞു, ഈ കേട്ടതും യേശുവിനെ അവതരിച്ചു കിട്ടിയതും ഒരേ പ്രകാശ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. ഖുറൈശി പ്രതിനിധികൾക്ക് മടങ്ങിപ്പോകാം. മുസ്ലിങ്ങൾ ഇവിടെ സമാധാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ കഴിയട്ടെ. അങ്ങനെ ഖുറൈശികൾ പുറത്തു കടന്നു. കടുത്ത നിരാശ. പിറ്റേ ദിവസം ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ അവർ തീരുമാനിച്ചു. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം. മുസ്ലിങ്ങളാകട്ടെ യേശു അള്ളാഹുവിന്റെ അടിമയാണെന്നും ദൈവദൂതനാണെന്നും പറയുന്നു. ദൈവപുത്രൻ എന്ന് പറയുന്നില്ല. ഇക്കാര്യം രാജാവിനെ അറിയിക്കാം. യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാത്തവരെ ആ നാട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പിറ്റേ ദിവസം സംഘം രാജസദസ്സിലെത്തി. യേശു ക്രിസ്തുവിനെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് വളരെ മോശമായ അഭിപ്രായമാണുള്ളത്. മഹാരാജാവ് അതും കൂടി ഒന്ന് അന്വേഷിക്കണം. രാജാവ് വീണ്ടും മുസ്ലിങ്ങളെ വിളിപ്പിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജാഫർ റളിയല്ലാഹു അൻഹു തന്നെയാണ് അന്നും സംസാരിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദാസനും റസൂലുമാകുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്. നജ്ജാഷി രാജാവ് രണ്ടാം തവണയും ഖുറൈശി പ്രതിനിധികളെ തിരിച്ചയച്ചു. അവർ നിരാശരായി മക്കയിലേക്ക് മടങ്ങി. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം രാജാവിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഈമാന്റെ പ്രകാശം ആ മനസ്സിലേക്ക് ഇരച്ചു കയറി. പിന്നീട് നജ്ജാഷി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി അവിടെ ജീവിച്ചു. 2 തവണ മുസ്ലിങ്ങൾ അബ്സീനിയയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. അവരിലൂടെ ഇസ്ലാം മത തത്വങ്ങൾ അബ്സീനിയയിൽ പ്രചരിച്ചു. നജ്ജാഷി റളിയല്ലാഹു അൻഹു മരിച്ച വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. അസാന്നിധ്യത്തിലുള്ള മയ്യത്ത് നിസ്കാരം. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ആ കാലത്ത് നടന്നിട്ടുള്ളത്. ഇനി ഒരു കഥ പറയാം. ഒരു മല്ലന്റെ കഥയാണിത്. മല്ലയുദ്ധത്തിൽ പേരെടുത്ത ആൾ, മക്കക്കാർക്ക് സുപരിചിതൻ. പേര് റുക്കാന. അദ്ദേഹത്തിന്റെ ജോലി ഗുസ്തിയാണ്. നല്ല ആരോഗ്യന്മാരും മെയ് വഴക്കമുള്ളവരും റുക്കാനയെ വെല്ലുവിളിക്കും. റുക്കാന വെല്ലുവിളി സ്വീകരിക്കും. അതോടെ ജനശ്രദ്ധ ആകർഷിക്കും. ആകാംക്ഷ പരക്കും. ജനം ഉത്കണ്ഠയോടെ കാത്തിരിക്കും. ഗുസ്തിയുടെ സമയം വരുമ്പോൾ കണക്കില്ലാതെ ജനം വന്നു ചേരും. പോർവിളി ഉയരുകയായി. കാഴ്ചക്കാർ ശ്വാസമടക്കി പിടിച്ചിരിക്കും. നിമിഷങ്ങൾക്കകം ഗുസ്തി തുടങ്ങും. ജനം നോക്കി നിൽക്കെ റുക്കാന എതിരാളിയെ എടുത്തെറിയും. പ്രതിയോഗി നിലംപരിശായി റുക്കാന വിജയം വരിക്കും. ജനം ആർത്തു ചിരിക്കുന്നു. ആഹ്ലാദത്തിന്റെ ആരവം. റുക്കാനയെ തോൽപ്പിക്കാനാവില്ല. ഒരു മല്ലനും റുക്കാനയോട് വിജയിക്കാനുമാവില്ല. മക്കക്കാർ അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലഞ്ചെരുവിലൂടെ നടന്നു വരികയായിരുന്നു. മനം നിറയെ ചിന്തകൾ, വിനയം നിറഞ്ഞ മുഖം. പതിയെ നടക്കുകയാണ്. പ്രവാചകന്റെ എതിർദിശയിൽ നിന്ന് മറ്റൊരാൾ നടന്നു വരുന്നു. ഗുസ്തിക്കാരൻ റുക്കാന. ആ നടപ്പ് തന്നെ ഒന്ന് കാണണം. നെഞ്ചു വിരിച്ച് നീണ്ട കൈകൾ വീശി ഒരു പോരാളിയെ പോലെ നടന്നു വരികയാണ്. റുക്കാന നടന്നു വരുന്ന വഴിയിൽ ആരും നിൽക്കില്ല. പെട്ടെന്ന് വഴിമാറിക്കളയും. റുക്കാന അടുത്തെത്തി. മുഖത്ത് ധിക്കാര ഭാവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മല്ലന്റെ മുഖത്ത് നോക്കി ഒന്ന് മന്ദഹസിച്ചു. മല്ലൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. റുക്കാന, താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുക. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക. റുക്കാന ഗൗരവത്തിൽ തന്നെ സംസാരിച്ചു. അല്പനേരത്തെ സംവാദം ഗുസ്തിയിലെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ? പ്രവാചകനോട് റുക്കാന ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശരി, ഗുസ്തിക്ക് ഞാൻ തയ്യാർ. ആരാധനക്ക് റഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കാനയോട് ചോദിച്ചു. ഗുസ്തിയിൽ താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കാം, റുക്കാന പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റുക്കാനയും തമ്മിൽ ഗുസ്തി. കേട്ടവരെല്ലാം അതിശയം. ശത്രുക്കൾക്ക് തമാശ. ആളുകൾ കൂടി. ഗോതയെറിങ്ങി. മൽപിടുത്തം തുടങ്ങി. പ്രതിയോഗികൾ ഏറ്റുമുട്ടി. ഇത് വിചാരിച്ചതുപോലെയല്ല. അൽ അമീൻ ചില്ലറക്കാരനല്ലല്ലോ. നല്ല മല്ലൻ തന്നെ. ശക്തനുമാണ്. നിമിഷങ്ങൾ കടന്നുപോയി. അൽ അമീൻ തകർന്നു വീഴുന്നത് കാണാൻ ശത്രുക്കൾ കാത്തിരിക്കുന്നു.
ആഹ്ലാദിക്കാനും പൊട്ടിച്ചിരിക്കാനും കാത്തിരുന്നവർ ഞെട്ടിപ്പോയി. റുക്കാന മലർന്നടിച്ച് വീണ് കിടക്കുന്നു. വീണ് കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റുക്കാന പറഞ്ഞു, ഒരു പരാജയം, അത് സാരമില്ല. ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? ഈ വെല്ലുവിളി സ്വീകരിക്കുമോ? ഒരിക്കൽ കൂടിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. വീണ്ടും ഗുസ്തി നടക്കുകയാണ്. ശക്തമായ ഏറ്റുമുട്ടൽ. ശത്രുക്കൾ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. വീണ്ടും ഞെട്ടി. റുക്കാന വീണ്ടും തളർന്നു വീണു. ഈ പരാജയം കാര്യമാക്കണ്ട, ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? റുക്കാന ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഞാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. മൂന്നാം തവണയും ഇരുവരും ഏറ്റുമുട്ടി. ഉഗ്രമായ ഗുസ്തി. ആളുകൾ നോക്കി നിൽക്കുകയാണ്. റുക്കാന വീണ്ടും പരാജയപ്പെട്ടു. ഇത്തവണ റുക്കാന നിശബ്ദനായി. റുക്കാന, നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. റുക്കാനയുടെ ചുണ്ടുകൾ ചലിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാനിതാ സത്യസാക്ഷ്യം വഹിച്ചു കൊള്ളുന്നു. അങ്ങനെ റുക്കാന റളിയല്ലാഹു അൻഹു എന്ന മല്ലയുദ്ധവീരൻ ഇസ്ലാമിന്റെ വിനീതനായ അനുയായിയായി തീർന്നു. ഈ കഥയുടെ 22ാം ഭാഗം അടുത്ത വീഡിയോയായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.